അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അടുത്ത സംഭാഷണം പറയാൻ പോകുന്ന ആളിനെ നോക്കും നേരത്തെ. ഇപ്പം 3 കഥാപാത്രങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജഗതി ചേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞു, അടുത്ത ഡയലോഗ് പറയേണ്ടത് ഹരിശ്രീ അശോകനല്ലേ അല്ലെങ്കിൽ സലീം കുമാർ അല്ലേ? സംസാരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം നോക്കി നിൽക്കും. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ ആറ്റുകാലിൽ ഒരു ജ്യോത്സ്യനുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല, പ്രശസ്തനായി പോകും, ആറ്റുകാൽ ജ്യോത്സ്യനാണെന്ന് ചോദിച്ചു. ഇദ്ദേഹമാണ് അടുത്ത ഡയലോഗ് പറയാൻ പോകണമെന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറയാം. ശരി കേട്ടോ, ഓക്കെ. സുഹൃത്തുക്കളെ കുറിച്ച് സംസാരിച്ചു. ഇനി താങ്കൾ പഠിപ്പിച്ച, താങ്കളുടെ മനസ്സിൽ ഓടിയെത്തുന്ന അധ്യാപകരെ കുറിച്ച്. പിന്നെ സ്റ്റുവർട്ട് സാർ, പിന്നെ ബോട്ടണി പഠിപ്പിച്ചിരുന്ന കോശി സാർ, പിന്നെ നൈനാൻ സാർ, അങ്ങനെ ഒരുപാട് സാറന്മാരെ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ പ്രൊഫസർ മരിച്ചുപോയി, പ്രൊഫസർ IM സ്കറിയ. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റാണ് ഞാൻ പഠിച്ചത്, ബോട്ടണി ടെക്സ്റ്റ്, ബുക്ക് ഓഫ് ബോട്ടണി എന്ന് പറഞ്ഞ. പിന്നെ ഞങ്ങൾക്കൊക്കെ മേക്കപ്പ് ചെയ്ത് തരുന്ന ഹിന്ദി അധ്യാപകനുണ്ട്, ജോസഫ് സാറ്. അദ്ദേഹമാണ് എന്നെ അന്നത്തെ കാലത്ത് 10-16 വയസ്സ് 17 വയസ്സുള്ള എന്നെ 71 വയസ്സുള്ള വൃദ്ധനാക്കുന്നത്, 55 വയസ്സുള്ള മധ്യവയസ്കനാക്കുന്നത് ഒക്കെ അദ്ദേഹമാണ് മേക്കപ്പ്. അദ്ദേഹം ഹിന്ദി പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദി ആയിരുന്നു, PJ ജോസഫ്. അവരുമായിട്ട് എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് പിരിഞ്ഞ ശേഷം പിരിഞ്ഞ ശേഷം സിനിമ ആടാൻ ശേഷം സാറിനെ ഞാൻ പോയി കണ്ടു ഒരിക്കൽ. പക്ഷെ പിന്നെ ഞാൻ ഇവിടെ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിലായിരുന്നപ്പോഴത്തേക്ക് സാറ് എൻ്റെ മരണ വാർത്തയാണ് അറിയുന്നത് പത്രത്തിലൂടെ. അപ്പോഴൊക്കെ പോയി കാണാനോ എത്തിപ്പറ്റാൻ സാധിക്കാത്തതിലോ ഇന്നും ദുഃഖിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. കോളേജിൽ പഠിച്ച ഒരു അധ്യാപകൻ ഇതുപോലെ താങ്കളോട് എന്തോ പറയാനുണ്ട്, നമുക്ക് കേൾക്കാം. മാർ ഇവാനിസ് കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ കോളേജിൻ്റെ ക്യാമ്പസിൽ വെച്ച് ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് സിനിമ എന്ന് വിശേഷിപ്പിക്കുന്ന ഉൾക്കടൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് നിർമ്മിച്ച ഉൾക്കടലിൽ ശ്രീകുമാർ നല്ല വേഷമായിരുന്നു. ഉൾക്കടലിൽ ഞാൻ ആ നോവൽ എഴുതി വീണ്ടും അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, സിനിമയാക്കുന്നതിന് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ എനിക്ക് തോന്നി, ഈ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ വാസ്തവത്തിൽ ശ്രീകുമാർ തന്നെയാണല്ലോ എന്നെനിക്ക് തോന്നി. മുഖത്ത് നോക്കി പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. നിങ്ങളെപ്പോലൊരു ജീനിയസ് മലയാള സിനിമയിൽ വേറെ ഇല്ല എന്ന് ഞാൻ പറയും. അത് ആരെയും ഇകഴ്ത്തിക്കൊണ്ടല്ല പറയുന്നത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക്, ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക്, ഒരു സ്വന്തം സഹോദരൻ എന്നുള്ള നിലക്ക് എനിക്ക് നിശ്ചയമായും ഞാൻ പറയാം, ജഗദീഷ് ശ്രീകുമാർ എന്ന നടൻ്റെ, കലാകാരൻ്റെ വളർച്ചയിൽ വലിയ അഭിമാനം, നിറഞ്ഞ അഭിമാനം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് ഇപ്പോൾ ഈ മുഖത്ത് നോക്കി പറയാൻ ഒരവസരം ലഭിച്ചു എന്നുള്ളത് വലിയ സന്തോഷം ആയി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇത് കവിഞ്ഞ ഒരു വലിയ ഭാഗ്യമല്ലേ അത്. എൻ്റെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മലയാളം, ഓണക്കൂർ സാർ. ഈ നാടക അഭിനയത്തിലൊക്കെ ഒരുപാട് സഹായം ചെയ്തിരുന്നു, നിർദ്ദേശങ്ങൾ തന്നിരുന്നു, നാടക റിഹേഴ്സൽ വന്ന് നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നെ പഠിപ്പിച്ച അധ്യാപകൻ ഇപ്പോൾ ഇങ്ങനെ എന്നെപ്പറ്റി പറയുമ്പോൾ അതൊക്കെ ഒരു വലിയ ഏതാണ്ട് ഇന്ന് നിലവിൽ സർക്കാർ തരുന്നതിനേക്കാളും അല്ലെങ്കിൽ സ്വകാര്യ അവാർഡുകളെക്കാളും ഒക്കെ വളരെ 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 വിലമതിക്കുന്ന ഒരു അവാർഡാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഓണക്കൂർ സാറൊക്കെ അങ്ങനെ മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന വ്യക്തികളാണ്. ആരെക്കുറിച്ച് ഏത് അഭിപ്രായവും മനസ്സിൽ തോന്നുന്നത് വെട്ടി തുറന്ന് പറയുന്ന നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും എൻ്റെ ഒരു പ്രീതി സമ്പാദിക്കാനായിട്ട് അങ്ങനെ പറയുന്ന ഒരാളല്ല, ആരെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പണ്ട് മുതലേ എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരു അധ്യാപകനാണ്. പക്ഷെ അതൊക്കെ എനിക്ക് വലിയ മാനസികമായിട്ട് വളരെ സന്തോഷം. ഇപ്പോൾ ഓണക്കൂർ സാറ് കേൾക്കുകയാണെങ്കിൽ, സാറിൻ്റെ ഈ പറഞ്ഞ പോലെ സാറിനോടുള്ള ഗുരുത്വം ഇന്നും ഞാൻ മറന്നിട്ടില്ല. സാറിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഇന്നും എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും എനിക്കൊരു വലിയ വലിയ അംഗീകാരമായിട്ട് ഞാനിതിനെ കാണുന്നു. ഇപ്പോൾ താമസിക്കുന്ന ഇപ്പം ഞാൻ പേയാട്, അവിടെ ഞാനുണ്ട്, എൻ്റെ ഭാര്യ ശോഭയുണ്ട്, മകനുണ്ട്, മകൻ്റെ ഭാര്യ പിങ്കി, അവർക്കൊരു കുട്ടിയുണ്ട്, ജഗൻ എന്നാണ് പേര്. മകൾക്ക് ഒരു കുട്ടിയായി, ഒരു മകൾ പാർവതി, അവൾക്കൊരു കുട്ടിയായി, ജോർജ് എന്നാണ് പേര്. ജോജി എന്ന് ഞാൻ വിളിക്കും, ജോർജ് എന്ന് വിളിക്കും. എത്ര വയസ്സാണ്? പിന്നെ ഒരു ഏറ്റവും ഇളയ മകളുള്ളത് +2 പഠിക്കുന്നു, ശ്രീലക്ഷ്മി. എൻ്റെ മകൻ്റെ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സൊന്നും ഞാൻ അടുത്തില്ല. ഇപ്പം ഞാൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോഴത്തേക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ കുട്ടികളിലൂടെ ഞാൻ കാണുകയാണ്. പക്ഷെ അതാണ് ജീവിതം. കുഞ്ഞുങ്ങൾക്കൊരു ഘട്ടം വരെ തോന്നും സ്നേഹമില്ലാത്ത അച്ഛൻ എന്ന് തോന്നിയതിൽ അത്ഭുതമില്ല. പിന്നെ അവർക്ക് മനസ്സിലായി സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല,
സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അവർ മുതിർന്നവരാകുമ്പോൾ ഇപ്പോൾ എൻ്റെ മകന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോഴാണ് അവന് അച്ഛൻ്റെ സ്നേഹം അച്ഛനായി കഴിയുമ്പോൾ. കാരണം എനിക്ക് സമയക്കുറവുകൊണ്ടാണ് അതല്ല. ഇപ്പം പിന്നെ ഈ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്ക് എൻ്റെ മകൻ്റെ ബാല്യം ഞാൻ മറന്നുപോയ, എനിക്ക് കാണാൻ പറ്റാതിരുന്ന കാലഘട്ടങ്ങൾ ഞാൻ ഈ കുഞ്ഞിലൂടെ കാണുകയാണ്, റീലിവ് ചെയ്യണം. അതൊരു മനസ്സിൻ്റെ ഒരു ആശ്വാസം. അതെ സാർ, ഇനി സാറിൻ്റെ ഒരു സുഹൃത്തിന് എൻ്റെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം ആരാ നോക്കാം. ഞങ്ങൾ സമകാലികരാണ്. വിദ്യാഭ്യാസ കാലം മുതൽ വളരെ അടുത്ത് ഇടപഴകാനും സഹകരിക്കാനും ആ സന്ദർഭം കിട്ടിയിട്ടുള്ള നല്ല സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അയൽവാസികളാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ജഗതി ശ്രീകുമാർ മാർവാനീസ് കോളേജിൽ നിന്ന് അഭിനയത്തിന് സമ്മാനം വാങ്ങി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ വിജയിച്ച് അഖിലേന്ത്യാ ടൂർ നടത്തിയത് ഓർക്കുന്നുണ്ടോ ഇപ്പോഴും? ആ പഴയ അനുഭവങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും. ശ്രീ ജഗതി ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നത് അവിസ്മരണീയമായ അനുഭവങ്ങൾ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. അന്ന് ജഗതി ശ്രീകുമാറിലെ ഒരു വലിയ നടനെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആ സംഘത്തിലെ അംഗങ്ങളായ ഞങ്ങൾക്കെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു. എൻ്റെ മകൾ 3ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്താണ് ഒരു സിനിമയിൽ അഭിനയിച്ചു. അത് മോഹൻലാലും ജഗതി ശ്രീകുമാറുമൊക്കെ കളിയിൽ അല്പം കാര്യം എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ശ്രീകുമാർ ഉണ്ടായിരുന്നു ആ സിനിമയിൽ. ശ്രീകുമാറായിരുന്നു രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് മകളെ ഷൂട്ടിങ്ങിന് എല്ലാവിധ സഹായവും ചെയ്തത് ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ശ്രീകുമാർ ചോദിക്കും, നമ്മുടെ സിനിമാ നടി ഇവിടെ ഉണ്ടോ എന്ന്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ ചില മാധ്യമങ്ങളിലൂടെ പത്രങ്ങളിലൂടെ അടുപ്പക്കാരാണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില യോഗങ്ങളിലൊക്കെ പോകുമ്പോൾ എന്നോട് വളരെ കാര്യമായിട്ട് ഞങ്ങൾ സഹപ്രവർത്തകർ ചോദിക്കും, ജഗതി ശ്രീകുമാറിനെ സാറിന് അറിയാം, സാധാരണ മന്ത്രിമാരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ അറിയാം എന്ന് പറയുന്നതാണ് ഒരു ഗമ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, ജഗതി ശ്രീകുമാറിനെ അറിയാമോ? അപ്പം ഞാനും അല്പം പോലും ഗമ വിടാതെ പറയും, അറിയാം, എൻ്റെ അയൽവാസിയാണ്, എൻ്റെ സുഹൃത്താണ്. തീർച്ചയായിട്ടും എല്ലാം ഹസൻ ഭായി തന്നെ പറഞ്ഞു. ഓൾ ഇന്ത്യ ടൂറൊക്കെ സംഘടിപ്പിച്ച് ഓൾ ഇന്ത്യ ടൂറിനെ കുറിച്ച് ഓൾ ഇന്ത്യ ടൂറിൽ നിരവധി പേരുണ്ടായിരുന്നു. നമ്മുടെ നെടുമുടി വേണു അതിലൊരംഗമായിരുന്നു. അപ്പം SD കോളേജിനെ പ്രതിനിധീകരിച്ചാണ് ശ്രീ വേണു വന്നത്. അപ്പം ഞങ്ങൾ അന്ന് മദ്രാസ്, പിന്നെ ഡൽഹി, ഇങ്ങനെ ഒരു ഓൾ ഇന്ത്യ ടൂറാണ് അന്ന് 1ാം സമ്മാനം. അതിൽ നമ്മുടെ മിസ്സിസ് MG രാധാകൃഷ്ണൻ, പത്മജ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു നിരവധി കലാകാരന്മാരും കലാകാരികളും ഉണ്ടായിരുന്നു. ഹസൻ ഭായ് ഈ തിരക്കിനിടയ്ക്ക്, ഈ രാഷ്ട്രീയത്തിലെ തിരക്കിനിടയ്ക്ക് പഴയ സുഹൃത്തും അയൽവാസിയുമായ ജഗദീഷ് കുമാറിനെ കുറിച്ച് ഒരു 10 വരികൾ പറയാൻ സമയം കണ്ടെത്തിയതിൽ എൻ്റെ നന്ദി. അമ്പിളിച്ചേട്ടൻ ഒരു ഡബിൾ സർപ്രൈസ് തരാനുള്ള തീരുമാനത്തിലാണ്. ഇപ്പത്തെ ഇത്രയും തന്ന സർപ്രൈസ് ഇത്തിരി കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പൊ ഡബിൾ തന്നെയാവാം. വിളിക്കട്ടെ? ഓക്കെ. പത്മജ, ഗിരിജ. ഗിരിജ എനിക്ക് തെറ്റത്തില്ല. ഇത്രയും വർഷം അടുത്ത് പരിചയമുള്ളതുകൊണ്ട് എനിക്ക് രണ്ടുപേരും പത്മജ ഗിരിജ വരും എന്നുള്ള ധാരണയില്ല. വരാൻ എങ്ങനെ സാധിച്ചല്ലോ. എനിക്ക് ആദ്യം എൻ്റെ നന്ദി പറഞ്ഞോട്ടെ അതിന്. താങ്ക്സ് വന്നതിന്. എന്നെക്കാൾ കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച്, ടൂറിനെ കുറിച്ച് ഇപ്പം മിസ്റ്റർ ഹസൻ ഭായ് പറഞ്ഞു കേട്ടു. ഓൾ ഇന്ത്യ ടൂറിനെ കുറിച്ച് എന്താ അറിയോ പൂർണിമ, അന്നത്തെ ആ ടീമിലുണ്ടായിരുന്ന ഒട്ടുമുക്കാൽ പേരും ഇന്ന് വളരെ പ്രശസ്തരാണ്. അതെ, അദ്ദേഹം സംസാരിക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ചിന്തിക്കാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് ഇന്ന് ഇവരൊക്കെ. ശരിക്കും അന്ന് ഇവരുടെയൊക്കെ കഴിവുകൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്നും ഇവിടെ നിൽക്കേണ്ടവരല്ല, എത്രയോ ഉയരത്തിലെ. ഇവരൊക്കെ കുടുംബിനികളായ ശേഷം പിന്നെ ഈ കലാപരമായ രംഗമൊക്കെ വിട്ട് നേരെ വീട്ടമ്മമാരായിട്ട് അങ്ങ് അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞ സാഹിത്യ നന്നായിട്ട് കഥ എഴുതി, രണ്ടുപേരും ചിത്രം വരയ്ക്കും. പക്ഷെ ഇതൊന്നും ജനത്തിനറിയില്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാം, വേണുവിനറിയാം, എനിക്കറിയാം. ഭംഗിയായിട്ട് ചിത്രം വരയ്ക്കും, ഭംഗിയായിട്ട് ചെറുകഥകൾ എഴുതും. പിന്നെ വീട്ടമ്മയായിട്ട് മക്കളുമൊക്കെ ആയ ശേഷം പിന്നെ കുറച്ചു കാലം ഗിരിജ പിന്നെ ഫോറിനിലായിരുന്നു. ശാസ്താംകോവിലിൽ തൊഴാനായിട്ട് ശനിയാഴ്ച തോറും പോകുമ്പോൾ ഒരു വളരെയധികം ഇൻസൾട്ട് ചെയ്തൊരു കാര്യം പറയാം. നമ്മുടെ നേരെ മുമ്പിലൊരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കും, എന്നിട്ട് വീട്ടിലോട്ട് വരും. ഞാൻ പറയും,
അമ്പിളി ഇതിൽ പരം എന്നെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അല്ല അതെന്താ അറിയോ, അത് അവിടെ ഇങ്ങനെ അടിക്കുന്ന ചായ ഉണ്ടല്ലോ, ആ ചായയുടെ സ്വാദ് പത്മജയിട്ട ശരിയാവില്ല. തട്ട് ചായ എന്ന് പറയും. അത് ഞാൻ കഴിച്ചു വെച്ച് രാഷ്ട്രീയ ചേട്ടനെ കണ്ട് പത്മജയെ കണ്ട് പിള്ളേരെയൊക്കെ കണ്ടു. പിള്ളേരൊക്കെ ഈ കാവ്യം പോലും എനിക്ക് തോന്നുന്നു ശബരിമല നോയമ്പാണ്. അല്ല ചേട്ടനും ഒക്കെ ഇവരെല്ലാം ഒരേ ആ കാലഘട്ടമാകുമ്പോൾ ഞങ്ങൾ ഇന്നത്തെ പ്രശസ്തനായ സൗണ്ട് എഞ്ചിനീയർ പത്മജയുടെ മകൻ എന്നൊക്കെ കൊച്ചു പിള്ളേരാ. കാത്തു മകള് എല്ലാം പിന്നെ അവരെല്ലാം ഇപ്പൊ വലിയ വലിയ അവസ്ഥയിലും നിലയിലും ഒക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ജീവിക്കുന്നു. അല്ല സത്യത്തിൽ അന്ന് ഞങ്ങള് ടൂറ് പോയ സമയത്ത് ആദ്യം ടൂർ എന്ന് പറഞ്ഞാൽ എവിടെയാ, മദ്രാസും ഡൽഹി ആഗ്ര മാത്രമേ ഉള്ളൂ. മദ്രാസ് ഡൽഹി ആഗ്ര. മദ്രാസിൽ ചെല്ലുമ്പം വിലക്ക് വാങ്ങിയ വീണയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ് അല്ലേ. അപ്പം ആ സമയത്ത് പിന്നെ എനിക്കിപ്പോഴും ഓർമ്മ, പിന്നെ മധുചേട്ടൻ, ശാരദ ചേച്ചി, KBC ലളിത ചേച്ചി, നസീർ സാറ്, ഇവരെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഷൂട്ടിങ്ങാണ്. അപ്പോൾ അമ്പിളിയും വേണുവും ഒക്കെ ഒന്നിച്ച് ഫോട്ടോ എടുക്കാനുള്ള ആ പ്രായം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ പത്മജയുടെയിലുണ്ട്. അതിൽ വേണുവൊക്കെ ഉണ്ട്, ഞാനൊക്കെ നിൽക്കുന്ന കാണാം. കണ്ടാലും തിരിച്ചറിയില്ല വേണുവിനെയും അമ്പിളിയൊക്കെ. നമ്മളിങ്ങനെ പെൻസിൽ പോലൊക്കെ ഇരുന്ന മൈക്രോസ്കോപ്പ് തന്നെ. പക്ഷെ രണ്ടുപേരും അന്നേ ഞങ്ങൾക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒന്നും നിൽക്കുന്നവരെല്ലാം വളരെയധികം ഉയരത്തിലെത്തും. മാത്രമല്ല ഞാൻ എപ്പോഴും ഓർക്കും, ചേട്ടൻ പറയാറുള്ളൊരു കാര്യമുണ്ട്. അമ്പിളിയുടെ മൂന്നാം പക്കം ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സീനുണ്ട് അതിനകത്ത്. ക്യാരക്ടറിൻ്റെ പേര് കവല. കൊച്ചുമകൻ്റെ ഡെഡ് ബോഡി കരയ്ക്ക് അടിഞ്ഞു എന്ന് പറയാനായിട്ട് മൂന്നാം പക്കം ഓടുന്ന ഒരു സീനുണ്ട് മുത്തച്ഛൻ്റെ അടുത്തേക്ക്. ആ സീൻ കണ്ടിട്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഈ രംഗം കണ്ടിട്ട് അവന് നാഷണൽ അവാർഡ് കിട്ടേണ്ടതാണ് എന്ന്. ആ ഒരൊറ്റ സീൻ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിക്കും അമ്പിളിയുടെ എത്രയോ വെറൈറ്റി റോൾസ് നമ്മൾ ഇതിനായി കണ്ടു കഴിഞ്ഞു. പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഒട്ടും മറക്കാൻ പറ്റാത്തൊരു പെർഫോമൻസ് ഉണ്ട്. എന്താണെന്നറിയാൻ പറ്റും, വേലുത്തമ്പി ദളവ. ഭയങ്കര വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു. അത് പിന്നെ വർഷങ്ങൾക്ക് ശേഷം കടാക്ഷം എന്നൊരു പടത്തില് ഒരു സീനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഈ ഇവിടെ പോയി അഭിനയിച്ചതൊക്കെ ഇവരൊക്കെയാണ് സദസ്യ. അന്ന് നമ്മുടെ ഓംചേരി സാറ്, ലീല ഓംചേരി, അവരെല്ലാവരും ഉണ്ടായിരുന്നു. അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും ചലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് ഇനിയും കിട്ടാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച്. പത്മജാഗിരിക വന്നല്ലോ. സാറിനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡബിൾ സർപ്രൈസ് ആണെന്ന്. പക്ഷേ താങ്കളുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ സർപ്രൈസ് ആയി. സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. പിന്നെ അമ്പിളിയെ വിളിക്കാൻ വിചാരിച്ചാൽ അത് നടക്കില്ല, കാരണം ഒരിക്കലും ഒരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കോൺടാക്ട് ചെയ്യാൻ ആരും വിചാരിക്കും. അത്യാവശ്യങ്ങൾക്കൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടൊക്കെ ചെന്നിരിക്കും, അത്യാവശ്യങ്ങളാണെങ്കിൽ. സത്യത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു മഴവിൽ ഈ മനോരമയുടെ ഈ ഒരു വേദി നമ്മുടെ കാണാനിടയായി വേറൊരു ആഗ്രഹമുണ്ട്. കുറച്ചു മുമ്പേ വിജയലക്ഷ്മി, ഡോക്ടർ വിജയലക്ഷ്മി അന്ന് ഗ്രൂപ്പിലുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പ്രശസ്തനായിട്ടിരിക്കുന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ഹസൻ, പിന്നെ ഒരുമാതിരിയുള്ള എല്ലാ പ്രശസ്തരും, നെടുമുടി വേണു. ഇത്തരം വേദികളൊക്കെ ഇങ്ങനെ ചില ഒരു സമാഗമങ്ങൾക്ക് തുടക്കം, എല്ലാവരും കൂടെ ഒന്നിച്ചൊരു കൂട്ടായ്മ ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കിനി യങ്ങർ ജനറേഷനിലെ ഒരു ആക്ടറിൻ്റെ കുറച്ച് വിവരങ്ങൾ, അദ്ദേഹത്തെ താങ്കളോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. താങ്കളെപ്പോലെ ആകാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്ന് പോലെ പറയുന്നു. ആരാണ് ആ വ്യക്തി നോക്കാം. എനിക്കൊരു ഒരുപാട് പേരാകാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇതിപ്പോൾ ആരാന്ന് മനസ്സിലായി. നോക്കിയാലോ. 3 സിനിമയാണ് ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. ഞാൻ പേഴ്സണലി കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ടുള്ള വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് കൂടെ അഭിനയിക്കുന്നത് അപൂർവരാഗത്തിലാണ്. ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഉപദേശം അമ്പിളിച്ചേട്ടൻ ഓർക്കണ്ടോന്ന് അറിയില്ല, എനിക്ക് അപൂർവരാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് എന്നെ പോയിന്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ആൻറ്റിസിപ്പേറ്റഡ് ആക്ടിങ് എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നം. അതായത് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ അടുത്തത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ക്ലൂ എപ്പോഴും എൻ്റെ ഫേസിൽ ഉണ്ടാവുമെന്ന് അമ്പിളിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ അതിന് ശ്രദ്ധിക്കുകയും ഞാൻ അത് ഓവർകം ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്യുന്നുള്ളത്. അമ്പിളിച്ചേട്ടൻ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു ഘടകം, അമ്പിളിച്ചേട്ടൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് എന്നെ ഫോണിൽ കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ധൈര്യമായിട്ടും ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ പാത പിന്തുടരാൻ,
അല്ലെങ്കിൽ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ മൊബൈൽ എത്രയും വേഗം എനിക്ക് വേണ്ടാന്ന് വെക്കണം. എന്നിട്ട് ഒരു വളരെ ഫ്രീ ആയിട്ട് കാര്യം എന്തെങ്കിലും എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ അമ്പിളിച്ചേട്ടനെ പോലെയാകും. മൊബൈൽ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം ആയാൽ പോരാ. ഒരുപാട് കാര്യങ്ങൾ പരിചയസമ്പന്നർ ചെയ്യുന്ന ജോലിയും കൂടെ കണ്ട് മനസ്സിലാക്കണം. ആഷിഫ് അലിയായിട്ട് മലേഷ്യയിൽ ഒരു ചിത്രം അഭിനയിക്കാൻ പോവാണ്. പഴയതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അയാളുടെ പെർഫോമൻസ്. പണ്ട് ഇദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, അടുത്ത് സംഭാഷണം പറയാൻ പോകുന്ന ആളിനെ നോക്കും നേരത്തെ. ഇപ്പം 3 കഥാപാത്രങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ജഗതി ചേട്ടൻ ഒരു ഡയലോഗ് പറഞ്ഞു, അടുത്ത ഡയലോഗ് പറയേണ്ടത് ഹരിശ്രീ അശോകനല്ലേ അല്ലെങ്കിൽ സലീം കുമാർ അല്ലേ. സംസാരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം നോക്കി നിൽക്കും. ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ ആറ്റുകാലിൽ ഒരു ജ്യോത്സ്യനുണ്ടല്ലോ, പേര് ഞാൻ പറയുന്നില്ല, പ്രശസ്തനായി പോകും, ആറ്റുകാൽ ജ്യോത്സ്യനാണെന്ന് ചോദിച്ചു. ഇദ്ദേഹമാണ് അടുത്ത ഡയലോഗ് പറയാൻ പോകണമെന്ന്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നോക്കിയാൽ മതി എന്ന് പറയാം. ശരി കേട്ടോ, ഓക്കെ. കാരണം അത് അഭിനയത്തിൽ തെറ്റാണത്. അത് ആൻറ്റിസിപ്പേറ്റിംഗ് ആക്ടിങ്, ആൻറ്റിസിപ്പേറ്ററി ആക്ഷൻ എന്ന് പറയുന്നത്. സംഭാഷണം പറയുന്നതിന് മുമ്പ് പ്രതീക്ഷിച്ച് നിൽക്കുക. ഒരു കറക്ഷൻ ഞാൻ ചെയ്തു കൊടുത്തു. അപ്പം അതിൽ നിന്നൊക്കെ വളരെ ബെറ്ററാണ്. അദ്ദേഹം പറയുകയും ചെയ്തല്ലോ, അതൊരു വലിയ ലെസൺ പോലെ അദ്ദേഹം. അതെ, ഇതൊക്കെ ചിന്തകളൊക്കെ മനസ്സിലുള്ളല്ലോ. പക്ഷെ ഒരു കുത്തൊഴുക്കിൽ പെടാൻ സാധ്യതയുണ്ടോ ഈ ചെറുപ്പക്കാരൻ്റെ സംശയം എനിക്ക് ഇല്ലാതില്ല. ഇച്ചിരി അഭിനയത്തെപ്പറ്റി സെൻസും കാര്യമൊക്കെ അഭിനേതാവിനുണ്ട്. പക്ഷേ ഈ പെരുവെള്ള പാച്ചിലിലോട്ട് കോട്ട് സൂട്ടും കൂളിംഗ് ഗ്ലാസ് വിട്ട് ചാടി വീഴാനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അതില്ലാതെ ഇതൊരു സർഗാത്മക ക്രിയയായിട്ട്, ഒരു പ്രക്രിയയായിട്ട്, തപസ്യായിട്ടും മനസ്സിലാക്കിയിട്ട് ഇപ്പം വളരെ സന്തോഷം. അമ്പിളിച്ചേട്ടൻ്റെ പോലെ ആകണമെന്ന് ആ പയ്യൻ പറഞ്ഞതിൽ മൊബൈൽ ഉപേക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രം ആയാൽ പോരാ. ഓരോ പ്രീവിയസ് സീനിയർ ആർട്ടിസ്റ്റ് എടുക്കുന്ന സ്ട്രെയിനിനെക്കുറിച്ചും അവരൊരു കഥാപാത്രത്തെ പഠിക്കുന്ന രീതിയെക്കുറിച്ചും ഒക്കെ ഒന്നും കൂടെ ആ ചെറുപ്പക്കാരൻ ചിന്തിക്കണം. ഈ പറഞ്ഞ പോലെ ഒരു മോഹവലയത്തിനകപ്പെട്ടാൽ നമുക്ക് നല്ല ആർട്ടിസ്റ്റിനെ നഷ്ടപ്പെടും. നമുക്കൊരു താരത്തെ കിട്ടുള്ളൂ. യു വിൽ ബി ഗെറ്റിംഗ് എ ഫിലിം സ്റ്റാർ ബട്ട് നോട്ട് എ ഫിലിം ആക്ടർ. നമുക്കിനി യുവതലമുറയിൽ ഫിലിം ആക്ടേഴ്സിനെയാണ് വേണ്ടത്. അതുപോലെ ചെറുപ്പക്കാരിയാണ് ഫിലിം ആക്ട്രസസിനെയാണ് വേണ്ടത്. സിനിമാ താരങ്ങളെ സദസ്യർ ഒരുപാട് കണ്ടു കഴിഞ്ഞു, അവർ മടുത്തിരിക്കും. താങ്കൾ ഈ പറഞ്ഞ കോളേജ് നിമിഷങ്ങൾ താങ്കൾക്ക് സന്തോഷകരമാക്കാൻ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാം. താങ്ക് യു. നമുക്ക് വെൽക്കം ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ. നമസ്കാരം. സോറി സർ, ഞാൻ കൂടെ പഠിച്ച കുട്ടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കോളേജ് എന്ന് പറയരുത്, കൂടെ പഠിച്ചതാണ്. മലയാളം സിനിമ എന്ന വലിയൊരു വിദ്യാലയത്തിൽ നമ്മൾ 5 സിനിമയിൽ കൂടെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ധരിച്ചത്. കൂടെ പഠിച്ച ഒരു സ്റ്റുഡന്റ് വരുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ആരാണാവോ എന്നിങ്ങനെ അതല്ല, ഇത് നേരത്തെ ഒരു ചെറിയ നിങ്ങൾ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ബാക്കി ജ്യോതിർമയി പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയ സിനിമയിൽ വന്ന് തുടങ്ങിയ സമയം തൊട്ട് പടത്തിലുണ്ടായിരുന്നല്ലോ, ഞാൻ എന്നെ ഭയങ്കര ഫേമസ് ആക്കിയ മീശമാധവൻ തൊട്ട് ഈ അടുത്ത് നമ്മൾ ചെയ്ത പാച്ചവും പട്ടാളം അതിന് ശേഷമാണ്. വേണു നാഗവള്ളിയുടെ ഒരു നല്ല പടം ചെയ്തായിരുന്നു, ഭാര്യ സ്വന്തം സുഹൃത്ത്. ഓരോ പ്രാവശ്യവും ഞാൻ താങ്കളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഒരു ഭയങ്കര ഒരു സ്കൂൾ തന്നെയാണ് താങ്കൾ. താങ്ക് യു സോ മച്ച്. എനിക്കും ഈ പറഞ്ഞ പോലെ ജ്യോതിർമയി ഇവിടെ വന്നോണ്ടല്ല, ടാലൻറ്റഡ് ആയിട്ടുള്ള നടിമാർ വളരെ വിരളമാണ് മലയാള സിനിമയിൽ. അതിൽ യു ആർ വൺ ഓഫ് ദം. ആദ്യത്തെ പടം എന്നോടൊപ്പം വർണ്ണക്കാഴ്ച. അന്ന് തന്നെ ആ പെർഫോമൻസ് ഉണ്ട്. പക്ഷേ പിന്നെന്തോ സിനിമയിലേക്ക് കൂടുതൽ തുറന്ന് അഭിനയിച്ചില്ല. അതുപോലെ തന്നെ വളരെ ഞാനൊരു 2-3 പേരെ ഞാനൊരു റിയലി ആർട്ടിസ്റ്റായിട്ട്, അതിൽ ഒന്ന് യു ആർ ദെയർ ആൻഡ് ജ്യോതിർമയി ഉണ്ട്, പിന്നൊന്ന് മീര ജാസ്മിൻ. എനിക്ക് ആ കുട്ടിയെ ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ എന്താ നമ്മുടെ പത്മപ്രിയ. അങ്ങനെയുള്ള 1-2 പേരെയൊക്കെയാണ് എനിക്ക് ഒരു പെർഫോമർ എന്ന നിലയ്ക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജ്യോതിർമയും. ആ ജ്യോതിർമയുടെ വലിയൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അഭിനയത്തിലെ മികവും നല്ല കഥാപാത്രമാണെങ്കിൽ അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് നോക്കാറില്ല. ഒരു നായിക അങ്ങനെ ഒരു സ്വഭാവം കാണിക്കാറില്ല. ഇമേജ് കോൺഷ്യസ് ആണ്. ഇത് ഇമേജ് കോൺഷ്യസ് അല്ല. അത് ഒരു കലാകാരിയെ സംബന്ധിച്ച് അത്യാവശ്യമാണ്. ഇമേജ് നമ്മൾ സദസ്സിന് കൊടുക്കുന്നതാണ്, അത് നമ്മൾ കൊടുക്കുന്നതായിരിക്കണം. സദസ്സിനെ കൊണ്ട് നമ്മളൊരു ഇമേജ് ഉണ്ടാക്കാനായിട്ട് അവരെ അനുവദിക്കരുത്. ഒരു അഭിനേതാവെന്ന് പറയുമ്പോൾ, അഭിനേത്രി എന്ന് പറയുമ്പം നല്ലതിനെയും ചീത്തയും പ്രതികരിക്കണം.
പിന്നെ അതുപോലെ കഥാപാത്രം കിട്ടുന്ന ഏത് കഥാപാത്രമാണെങ്കിലും അത് വ്യക്തമായിട്ട് കഴിവിൻ്റെ പരമാവധിക്ക് വിജയിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവരൊന്നും എന്തുകൊണ്ട് കൂടുതൽ ബിസി ആകുന്നില്ല എന്നുള്ളതാണ് എന്നെ ഇന്നും അതിശയിപ്പിക്കുന്ന ഒരു ചോദ്യം. ഒരു പക്ഷേ അവർ പിന്നെ സെലക്റ്റീവ് എന്ന് പെട്ടെന്ന് പറയും. എന്തെങ്കിലും അഭിമുഖം കൊടുക്കുമ്പോൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ പറ്റാത്തതെന്ന് ആരും ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല. തുറന്ന് പറയാൻ സാധിക്കുകയുമില്ല. ഐ ബിക്കം സെലക്റ്റീവ്. ഞാൻ സെലക്റ്റീവായി, അതുകൊണ്ടാണ്. അതല്ല കാര്യം. റിയലി ടാലൻറ്റഡ് ആയിട്ടുള്ളവരെ അങ്ങനെ അധികം പ്രിഫർ ചെയ്യണമെന്നൊരു ടെൻഡൻസി ഒന്നും മലയാള സിനിമയിലില്ല. അതാണ് അതിൻ്റെ. അവർക്കതല്ല, ഒരു പെർഫെക്ഷൻ അല്ല ആവശ്യം. പലർക്കും ആവശ്യങ്ങൾ മറ്റെന്തോ ആണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് വൈ ദീസ് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ്. ഇപ്പം എന്നെ സംബന്ധിച്ചും അനുഭവങ്ങൾ അത് തന്നെയാണ്. ഈ ഒരു 10 പടങ്ങൾ അഭിനയിക്കുമ്പോഴത്തേക്ക് ഒരു 2 ചിത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുത്തം എന്ന വേഷങ്ങൾ എനിക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ളൂ. അത് ഒരു ആർട്ടിസ്റ്റ് നിലയ്ക്ക് എൻ്റെ സ്വകാര്യ ദുഃഖമാണ്. പക്ഷേ സദസ്സിന് ഈ പറഞ്ഞ പോലെ നിങ്ങളെയൊക്കെ ഇഷ്ടമാണ്, ഓഡിയൻസിന്. അത് തന്നെയാണ് നമ്മൾ കലാകാരന്മാർക്കും കലാകാരികൾക്കും കിട്ടിയിട്ടുള്ള ഏക അവാർഡും പുരസ്കാരവും അത് തന്നെയാണ്. യു ഹാവ് ബീൻ നോട്ട് ഹേറ്റഡ് ബൈ ദി ക്രൗഡ്. ഞാൻ സാധാരണഗതിയിൽ ഫോൺ ചെയ്ത് വരുത്തുകയാണ് പതിവ്. എൻ്റെ അഭിപ്രായത്തിൽ ഫോൺ ചെയ്തിട്ട് നമ്മളെപ്പറ്റി ഒന്ന് വന്ന് പറയണം കേട്ടോ, ഞാൻ ഈ കുട്ടി വരുമെന്നൊരു ധാരണ എനിക്കില്ല, ഷീ ഈസ് ബിസി ഇൻ ഹെയർ ഓൺ ലൈഫ്. അപ്പോൾ വന്ന് കണ്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്. വന്നിട്ട് അഭിപ്രായം പറഞ്ഞല്ലോ. അതാണ് ഈ പറഞ്ഞ പോലെ എന്നിൽ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന അംഗീകാരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാതെ ഇരിക്കാം. ഇനി പറഞ്ഞ പോലെ ഇനി ജഗദീഷ് കുമാറിൻ്റെ കൂടെ ഇൻ്റർവ്യൂ നടത്തിയതുകൊണ്ട് ഇനി വലിയ വലിയ നടന്മാർ എന്നെ നായികയാക്കത്തില്ലേ എന്നുള്ള ചിന്തയൊന്നും ആ മനസ്സിലില്ല. അതുകൊണ്ടാണ് ഷീസ് എ പെർഫെക്റ്റ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഒരു നല്ല കലാകാരിയുടെ മനസ്സിൽ തന്നെ ചിന്തകൾ വരാൻ പാടില്ല, വരികയുമില്ല. ഫോർ ദാറ്റ് ഐ അപ്രീഷിയേറ്റ് ഹെർ. Thank you so much, Jyotirmay. Thank you, Jyotirmay. Thank you. Thank you so much. Please.